നമസ്കാരം. ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയർഡ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. അന്യസംസ്ഥാനത്ത് നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന കാറുകൾ, മോട്ടോർ സൈക്കിളുകൾ, ഇവയ്ക്ക് ആ സംസ്ഥാനത്ത് 15 വർഷത്തേക്കുള്ള വൺ ടൈം ടാക്സ് അടച്ചതിന് ശേഷവും ആ വാഹനങ്ങൾ കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ ഇവിടെ കേരളത്തിന്റെ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതുകൂടാതെ ഇവിടെ വന്നാൽ ഈ ടാക്സ് എത്ര അടയ്ക്കേണ്ടി വരും? അങ്ങനെ കൊണ്ടുവരുന്ന വാഹനങ്ങൾക്ക് ഏത് വിലയുടെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ ടാക്സ് നിശ്ചയിക്കുന്നത്? ഇങ്ങനെയുള്ള ഒട്ടനവധി സംശയങ്ങൾ നിലനിൽക്കെ അതിനുള്ള കൃത്യമായ ഉത്തരങ്ങളുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ. ഇങ്ങനെ അന്യസംസ്ഥാനത്തു നിന്ന് കൊണ്ടുവരുന്ന വാഹനങ്ങൾ നമുക്ക് ഓൺലൈൻ വഴി ഇവിടെ സാധാരണ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് നടത്തുന്ന രീതിയിൽ നടത്താനായിട്ട് സാധിക്കില്ല. അന്യസംസ്ഥാനത്ത് നിന്ന് ഒരു വാഹനം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരുമ്പോൾ നമ്മൾ ഫോം നമ്പർ 28 ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകുമ്പോഴും ഇതേ പ്രക്രിയ തന്നെയാണ് വേണ്ടി വരുന്നത്. അങ്ങനെ ഫോം നമ്പർ 28 ഈ വാഹനത്തിന്റെ മേൽ യാതൊരു തരത്തിലുള്ള പിഴകളോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതായിട്ടുള്ള അങ്ങനെയുള്ള ചരിത്രങ്ങളോ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താനായിട്ട് അവിടെ നിന്നൊരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൂടി ഈ RTOയുടെ മുൻപാകെ നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കൂടാതെ ഈ വാഹനത്തിന് അന്നേ നാൾ വരെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ടാക്സ് കുടിശ്ശികയോ അല്ലെങ്കിൽ ചെക്ക് റിപ്പോർട്ട് അതുപോലെയുള്ള എന്തെങ്കിലും കുടിശ്ശിക നമ്മൾ ഈ RTO ഓഫീസിലേക്ക് അടയ്ക്കാനുണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അപേക്ഷ മാത്രമേ ഈ RTO അത് സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ ഇത് ഒരു പെർമിറ്റുള്ള വാഹനമാണ്. ടാക്സിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ്സ് വെഹിക്കിളോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒറിജിനൽ രജിസ്ട്രിംഗ് അതോറിറ്റിയുടെ അവിടെ അപേക്ഷ കൊടുത്തിട്ട് ഇതിന്റെ പെർമിറ്റ് സറണ്ടർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു പെർമിറ്റ് നിലവിലില്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കിയാലേ അവിടെ നിന്ന് NOC ലഭിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങൾ ഈ NOCക്ക് അപേക്ഷിക്കുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഏത് RTO ഓഫീസിന്റെ ജൂറിസ്ഡിക്ഷനിലാണ് വരുന്നത്, ആരുടെ പേരിലാണ് ഈ വാഹനം രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടത്, അദ്ദേഹത്തിന്റെ പേരിലും അതേ RTO ഓഫീസിന്റെ കോഡിലും ആയിരിക്കണം ഈ NOC അവിടെ നിന്ന് നമ്മൾ വാങ്ങേണ്ടത്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ തെറ്റായ രീതിയിൽ NOC ഇഷ്യൂ ചെയ്യുകയും പിന്നീട് അത് അദ്ദേഹത്തിന്റെ RTO ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട്. സാധാരണഗതിയിൽ ഈ NOCക്ക് പ്രത്യേകിച്ച് വാലിഡിറ്റി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരു വാഹനം അതിന്റെ NOC ലഭിച്ചതിന് ശേഷം 30 ദിവസത്തിനകം ഈ വാഹനത്തിന്റെ കൈവശക്കാരൻ അദ്ദേഹത്തിന്റെ RTO ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ 13 മാസത്തോളം ഇദ്ദേഹത്തിന് ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ മാർക്സ്, അതായത് അത് ഡൽഹി രജിസ്ട്രേഷനിലുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം DL എന്ന് തുടങ്ങുന്ന കോഡും മഹാരാഷ്ട്രയാണെങ്കിൽ MH, ഈ രജിസ്ട്രേഷൻ നമ്പറുകളുടെ ഈ കോഡ് അല്ലെങ്കിൽ ഇത് കേരളത്തിലെ രജിസ്ട്രേഷൻ നമ്പറായിട്ട് മാറ്റാൻ നിങ്ങൾക്ക് 13 മാസത്തെ സാവകാശമുണ്ട്. പക്ഷേ 30 ദിവസത്തിനകം നിങ്ങൾ ഈ വാഹനം ഇങ്ങോട്ടേക്ക് NOC വാങ്ങി കൊണ്ടുവന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ രജിസ്റ്ററിംഗ് അതോറിറ്റിയെ നിങ്ങൾക്ക് അറിയിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ആളുകൾ ഈ NOC വാങ്ങിയതിന് ശേഷം വളരെ വൈകിയാണ് ഇത് RTO ഓഫീസിൽ ഇതിന്റെ നടപടിക്രമങ്ങൾക്കായിട്ട് സമീപിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. അങ്ങനെ അത് സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വാഹനത്തിന്റെ ടാക്സ് NOC ഇഷ്യൂ ചെയ്ത ആ കാലഘട്ടം തൊട്ട് ഈ RTO ഓഫീസിൽ ടാക്സ് അടയ്ക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ പിന്നീട് നമ്മൾ ഇതിന് ടാക്സ് അടയ്ക്കുന്ന സമയത്ത് അതിന് അഡീഷണൽ ടാക്സ് വരും. അതുകൂടാതെ വേറെ പെനാൽറ്റി എല്ലാം അതിന്റെ കൂടെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ കഴിയുന്നതും ഈ NOC ലഭിച്ച് ഉടൻ തന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ മാർക്സ് മാറ്റാനായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതാണ് നല്ലത്. ചിലപ്പോഴെല്ലാം ഈ NOC വാങ്ങിയിട്ട് അവിടുത്തെ ഉടമസ്ഥൻ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ വാഹനം ഉപയോഗിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ശരിക്കും ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് നടത്തേണ്ട കാര്യം വരുന്നില്ല. ഓൺലി രജിസ്ട്രേഷൻ മാർക്ക് അസൈൻമെന്റ് എന്നുള്ള ഒരു പ്രക്രിയ മാത്രമേ ഇവിടെ നടത്തേണ്ടതായിട്ടുള്ളൂ. എന്നാൽ ഭൂരിഭാഗം കേസുകളിലും ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പും കൂടി നടത്തിയിട്ടാണ് ഈ പ്രക്രിയ പൂർത്തിയാകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ വാഹനം
അന്യ സംസ്ഥാനത്തു നിന്ന് കൊണ്ടുവരുന്നതിന് മുൻപായിട്ട് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഫോം നമ്പർ 29-ലും ഫോം നമ്പർ 30-ലും ഈ ട്രാൻസ്ഫററുടെ ഒപ്പ് വാങ്ങിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഇവിടെ നമ്മൾ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ മാർക്ക് മാറ്റാനായിട്ട് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഈ ഫോം നമ്പർ 27-ലാണ് അപേക്ഷ കൊടുക്കുന്നത്. അങ്ങനെ ഫോം നമ്പർ 27-ൽ കൊടുക്കുന്ന അപേക്ഷയോടൊപ്പം ഈ 29-ഉം 30-ഉം ഫോംസ് കൂടി നമുക്ക് ഇതോടൊപ്പം സമർപ്പിക്കേണ്ടതായിട്ട് വരും. ഇനി അവിടെ നിന്ന് ഹൈപ്പോത്തിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ടെർമിനേറ്റ് ചെയ്തിട്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ വാഹനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാറുള്ളത്. പിന്നെ ഇവിടെ ഇതിന്റെ ഓഫീസ് പ്രൊസീജിയർ തുടങ്ങുന്നതിലേക്കായിട്ട് ഒരു അഫിഡാവിറ്റ് കൂടി സമർപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതൊരു നോട്ടറൈസ്ഡ് അഫിഡാവിറ്റ് ആണ്. അതിൽ ഈ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം ഞാനിത് അന്യ സംസ്ഥാനത്ത് നിന്ന് നേരിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണെന്നും ആ വാഹനത്തിന്റെ മേൽ യാതൊരു തരത്തിലുള്ള കുറ്റകരമായ ചരിത്രങ്ങളൊന്നും ഇല്ല എന്നുള്ളതും, അങ്ങനെ ഇനി എന്തെങ്കിലും ഭാവിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് മാത്രമായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു അഫിഡാവിറ്റാണ് ഈ നോട്ടറൈസ്ഡ് അഫിഡാവിറ്റ് ഇതോടൊപ്പം സമർപ്പിക്കുന്നത്. ഇങ്ങനെ ഈ മേൽപ്പറഞ്ഞ രേഖകളെല്ലാം ഫോം നമ്പർ 27-നോടൊപ്പം നമ്മൾ സമർപ്പിക്കുമ്പോൾ RTO ആദ്യമായിട്ട് ചെയ്യുന്നത് ഇതിന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഈ വാഹനം പരിശോധിച്ച് ഇതേ വാഹനം തന്നെയാണെന്ന് ഉറപ്പുവരുത്താനായിട്ട് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനെ നിയോഗിക്കുന്നതാണ് ആദ്യത്തെ നടപടി. അങ്ങനെ ഈ ഉദ്യോഗസ്ഥൻ ഈ വാഹനം പരിശോധിച്ച് ഈ വാഹനം അത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തി ഒരു റിപ്പോർട്ട് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് തരുമ്പോൾ ഈ റിപ്പോർട്ടും കൂടി വെച്ച് നമ്മൾ RTOയ്ക്ക് ഈ അപേക്ഷ സമർപ്പിക്കുന്നു. ഇവിടെ വളരെ പ്രത്യേകിച്ച് അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഡൽഹിയിൽ നിന്നോ ബോംബെയിൽ നിന്നോ ഒരു വാഹനം നമ്മൾ വാങ്ങുമ്പോൾ ഈ വാഹനത്തിന്റെ ബിൽ പ്രൈസ്, അതായത് ഡൽഹിയിൽ ഏത് വിലയ്ക്കാണോ ആ വാഹനം അവിടെ രജിസ്റ്റർ ചെയ്യുന്നത്, രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ടാക്സ് അവർ ഈടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ബോംബെയിൽ എവിടെയാണ് ആ ടാക്സ് ഈടാക്കിയിട്ടുള്ളത്, അതേ നിരക്കിലല്ല നമ്മൾ ഇവിടെ കേരളത്തിൽ ടാക്സ് ഈടാക്കുന്നത്. ഈ റോഡ് നികുതി എന്ന് പറയുന്നത് നമ്മൾ ഓരോ സംസ്ഥാനത്തിനും അവര് പ്രത്യേകം നിശ്ചയിച്ചിട്ടുള്ള റോഡ് നികുതികളാണ്. അപ്പോൾ ഒരു വാഹനം, ഉദാഹരണം ഒരു ടൊയോട്ട ഇന്നോവ നമ്മൾ മുംബൈയിൽ നിന്ന് ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് ഇങ്ങോട്ടേക്ക് പേര് മാറ്റി അതിന്റെ നമ്പർ മാറ്റി രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടുന്ന ഒരു അവസരം വരുമ്പോൾ ഈ ടൊയോട്ട ഇന്നോവ, ഉദാഹരണത്തിന് അതൊരു 2011 മോഡൽ ടൊയോട്ട ഇന്നോവ ആണെങ്കിൽ ആ 2011-ൽ ഇതേ വാഹനം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തായിരുന്നു അതിന്റെ ബിൽ പ്രൈസ്? അത് ടാക്സും ഇൻഷുറൻസും ഒഴിവാക്കി സാധാരണ നമ്മൾ എക്സ് ഷോറൂം എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് അത് കൃത്യമായിട്ട് നിശ്ചയിച്ചിട്ട് വേണം ഇവിടെ ഇതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ NOCയുടെ നടപടിക്രമങ്ങൾ നമുക്ക് നേരിട്ട് ഓൺലൈനിൽ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു സംവിധാനം നിലവിലില്ലാത്തത്. ആദ്യമായിട്ട് RTO ആണ് ഇത് തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിൽ നിന്നും അതിന് കൃത്യമായിട്ട് ലഭിച്ചിട്ടുള്ള ആ വാഹനത്തിന്റെ വില അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിന്റെ ടാക്സ് നിശ്ചയിക്കുന്നത്. അങ്ങനെ ഇതിന്റെ ടാക്സ് ഷെഡ്യൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതാണ് ഇതിലെ മുഖ്യമായിട്ടുള്ള ഒരു വിഷയം. വാഹനം നമ്മൾ എത്ര രൂപയ്ക്ക് ഈ പഴയ വാഹനം വാങ്ങി എന്നുള്ളതല്ല, മറിച്ച് ഈ വാഹനത്തിന്റെ ഒറിജിനൽ വിലയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിന്റെ ടാക്സ് നിശ്ചയിക്കുന്നത്. അപ്പോൾ അതിന്റെ പഴക്കം അനുസരിച്ച് ഇപ്പൊ 2011 ഒരു വാഹനം ബോംബെയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2011 വാഹനത്തിന് 15 വർഷം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 2026 വരെ അതിന്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ 2020 ആ വാഹനം ഇവിടെ കൊണ്ടുവരുമ്പോൾ 11 കഴിഞ്ഞ് 9 വർഷത്തെ പഴക്കമുണ്ട്. പിന്നീട് അതിന് 6 വർഷത്തെ ടാക്സ് ആണ് നമുക്ക് ഇവിടെ അടയ്ക്കാനുള്ളത്. അപ്പൊ ആ ടാക്സിന്റെ ഒരു ഷെഡ്യൂള്, അല്ലെങ്കിൽ നമ്മുടെ ടാക്സേഷൻ ആക്ടിൽ, കേരള ടാക്സേഷൻ ആക്ട് പ്രകാരം അതിന്റെ ഒരു ഷെഡ്യൂൾ, അതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ നമുക്കത് പരിശോധിക്കാം, എങ്ങനെയാണ് ഇതിന്റെ ടാക്സ് നിശ്ചയിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഈ സെപ്റ്റംബർ 2010 മോഡൽ ഒരു ടൊയോട്ട ആൾട്ടിസ് കാർ കേരളത്തിൽ റീ രജിസ്റ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ രജിസ്ട്രേഷൻ മാർക്ക് അസൈൻമെന്റും ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പും കൂടി നടത്തുമ്പോൾ എത്ര രൂപ ഇവിടെ ടാക്സ് അടയ്ക്കേണ്ടി വരും, അതിന്റെ RTO പ്രൊസീജിയറിന് വേണ്ട ഫീസ്, ആ ഇനത്തിൽ എത്ര രൂപ ചിലവാകും, ഇതൊന്ന് നമുക്ക് നോക്കാം. ഈ കേരളത്തിലെ ടാക്സ് കണക്കാക്കുന്നത് ഈ 2010 ഈ ടൊയോട്ട മോഡലിലുള്ള ഒരു വാഹനം കേരളത്തിൽ എത്ര രൂപ വിലയുണ്ടായിരുന്നു അതിന്റെ പർച്ചേസ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ടാക്സ് കേരളത്തിൽ കണക്കാക്കുന്നത്. അതേസമയം തന്നെ 2010 ആ വിലയ്ക്കുള്ള കാറിന്റെ ടാക്സ്
2020 ഏത് ടാക്സേഷൻ ഷെഡ്യൂളിലാണ് കേരളത്തിൽ നടക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം ടാക്സ് കൊടുക്കേണ്ടിയും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് 10 ലക്ഷത്തിനും 15 ലക്ഷത്തിനും ഇടയ്ക്കുള്ള ഒരു റേറ്റിലാണ് 13% ടാക്സും 1% പ്രളയ സെസ്സും നൽകേണ്ടതായിട്ട് വരും. അങ്ങനെ 14% അതിൻ്റെ ടാക്സ് കണക്കാക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു കാൽക്കുലേഷനിൽ കാണാൻ സാധിക്കും. 1,77,800 രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ ടാക്സ്. ഇത് പുതിയതായിട്ട് ഇവിടെ രജിസ്ട്രേഷൻ നടത്തുകയാണെങ്കിൽ അടയ്ക്കേണ്ട ടാക്സ് 1,77,800 റുപ്പീസ് വരുന്നു എന്ന് കാണാം. എന്നാൽ ഈ 2010 ഈ ഡൽഹി വാഹനം കേരളത്തിൽ ഇനി ഓടാനുള്ളത് ഒരു 5 വർഷം കൂടിയാണ് അതിന് കേരളത്തിൽ ഓടാനായിട്ട് രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി ഉള്ളൂ എന്നതിനാൽ അങ്ങനെ അതിൻ്റെ വേറെ ഒരു ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് നമ്മൾ 9 വർഷത്തിനും 10 വർഷത്തിനും ഇടയിലുള്ള വാഹനത്തിന് ഇവിടെ നമ്മൾ ഒറിജിനൽ ടാക്സിൻ്റെ 40% 40% മാത്രമാണ് എടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്കുള്ള ഷെഡ്യൂളെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു പുതിയ വാഹനമാണ് കൊണ്ടുവരുന്നതെങ്കിലോ അതുകൂടാതെ ഓരോ വർഷം ഇടവേളകളിൽ എത്രയാണ് ഇതിൻ്റെ ടാക്സ്, നമ്മൾ ഒറിജിനൽ ടാക്സിൻ്റെ എത്ര ശതമാനമാണ് അടയ്ക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാകും. അപ്പോൾ ഇതിൽ ടാക്സ് നിങ്ങൾ നോക്കിയാൽ കാണാം 71,120 റുപ്പീസ് ഇതിന് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നുണ്ട്. അത് ഈ 30 ദിവസത്തിനുള്ളിൽ NOC ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ അതോറിറ്റിയെ അറിയിച്ചിരിക്കണമെന്നുള്ള ആ നിയമം, അതിനനുസരിച്ച് ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞ് വരുന്ന ഓരോ മാസത്തിനും 500 രൂപ പിഴ കൊടുക്കാനും കൂടാതെ ഈ ടാക്സ് അടയ്ക്കാൻ വൈകിയതിനുള്ള അഡീഷണൽ ടാക്സും അതിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റും നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. രജിസ്ട്രേഷൻ്റെ ചാർജ് ഇനത്തിൽ 700 രൂപ, രജിസ്ട്രേഷൻ ചാർജ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പിന് 350 രൂപ, പിന്നെ ഒരു വെഹിക്കിൾ സെസ് ഉണ്ട്, വൺ ടൈം സെസ് 100 റുപ്പീസ് 100 രൂപ അതും അടയ്ക്കേണ്ടതായിട്ട് വരും. ഇത്രയുമേ ഈ RTO ചാർജിൻ്റെ ഇനത്തിൽ വരുന്നുള്ളൂ എന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇതേ അവസ്ഥ തന്നെ ഒരു മോട്ടോർ സൈക്കിൾ, ഒരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ 2011 മോഡൽ, ഇത് ഏതെങ്കിലും അന്യ സംസ്ഥാനത്ത് നിന്ന് ഇവിടെ രജിസ്ട്രേഷൻ നടത്തേണ്ടി വരുമ്പോൾ എന്താണ് അതിന് ടാക്സ് കണക്കാക്കുക എന്ന് പറയാം. അതിന് നമ്മൾ ഈ മോട്ടോർ സൈക്കിളിന് കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള ടാക്സിൻ്റെ ആ ഷെഡ്യൂൾ അനുസരിച്ച് നോക്കണം. അപ്പോൾ ഇവിടെ ഈ 2011 മോഡൽ ബുള്ളറ്റിന് അന്ന് കേരളത്തിൽ ഏകദേശം 1,50,000 രൂപ വിലയുണ്ടെന്ന് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് 1 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയ്ക്കുള്ള മോട്ടോർ സൈക്കിളിന് ഇന്ന് 2020 കേരളത്തിൽ ടാക്സ് നിശ്ചയിക്കുന്നത് 12%. അതിൻ്റെ കൂടെ 1% ഫ്ലഡ് സെസ്സും കൂടി കണക്ക് കൂട്ടി 13% ടാക്സ് ഒറിജിനലായിട്ട് കണക്ക് കൂട്ടുമ്പോൾ അതിന് വരുന്നത് 19,500 റുപ്പീസ് അതിന് ടാക്സ് ഇനത്തിൽ നമ്മൾ അടയ്ക്കേണ്ടി വരുന്നു. പക്ഷേ ഈ വാഹനത്തിന് 9 മുതൽ 10 വർഷത്തിന് ഇടയ്ക്കുള്ള ആ പഴക്കമുള്ളതിനാൽ ആ ഒറിജിനൽ ടാക്സിൻ്റെ, അതായത് ഈ 19,500ൻ്റെ 40% ആയിട്ടുള്ള 7,800 റുപ്പീസ് ഇവിടെ കേരളത്തിൽ ടാക്സ് അടച്ചാൽ മതിയാകും. ഇവിടെയും ഈ വൈകിക്കഴിഞ്ഞാൽ 30 ദിവസത്തിന് ശേഷമാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ നടക്കുന്നതെങ്കിൽ, ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ 300 രൂപ വെച്ചിട്ട് ലേറ്റ് ഫീയും കൂടി അടയ്ക്കേണ്ടി വരും. ഓരോ മാസവും 300 രൂപ വെച്ച് ലേറ്റ് ഫീ അടയ്ക്കേണ്ടി വരും. കൂടാതെ അഡീഷണൽ ടാക്സും ആ അഡീഷണൽ ടാക്സിൻ്റെ പുറമെ ഇൻട്രസ്റ്റും അടയ്ക്കേണ്ടതായിട്ട് വരും. ഇവിടെ RTO പ്രൊസീജിയറിനായിട്ട് നിങ്ങൾക്ക് 350 റുപ്പീസ് രജിസ്ട്രേഷൻ ചാർജസ്, 180 റുപ്പീസ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പിൻ്റെ ചാർജസ്, സെസ് ഇനത്തിൽ വൺ ടൈം സെസ് ഇനത്തിൽ 60 റുപ്പീസും കൂടി അടച്ചാൽ ഇതിൻ്റെ RTO ഫീസിൻ്റെ ഇനം അവിടെ അവസാനിച്ചു. ഇതുകൂടാതെ നിങ്ങൾക്ക് ഈ വിറ്റ വാഹനത്തിൻ്റെ ടാക്സ് റീഫണ്ട്, അതായത് കേരളത്തിലെ ഒരു വാഹനമാണ്, നിങ്ങളിവിടെ 15 വർഷത്തേക്ക് ടാക്സ് അടച്ചു, അത് NOC എടുത്ത് മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊടുത്തു വിടുന്നു. നിങ്ങൾക്ക് അതിൻ്റെ റീഫണ്ട് ഓഫ് ടാക്സ് വേണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ടാക്സ് ടോക്കണും അതിൻ്റെ ഒപ്പം തന്നെ ഈ അന്യ സംസ്ഥാനത്ത് ഈ വാഹനം രജിസ്റ്റർ ചെയ്തു എന്ന് ഈ വാങ്ങിക്കൊണ്ടുപോയ ആൾ അവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി നിങ്ങൾക്ക് ഇങ്ങോട്ട് അയച്ചു തന്ന് അത് കൂടി 1 വർഷത്തിനുള്ളിൽ NOC എടുത്ത് 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ടാക്സ് റീഫണ്ടിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാം. അങ്ങനെ ഈ ടാക്സ് റീഫണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയെടുക്കാവുന്നതാണ്.
പക്ഷേ പലരും അതിന് ശ്രമിക്കാറില്ല. കാരണം അതിൻ്റെ പ്രോസസ്സും അത് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടും എല്ലാം കണക്ക് കൂട്ടി പലരും അങ്ങനെ റീഫണ്ടിന് ശ്രമിക്കാറില്ല എന്ന് മാത്രം. അങ്ങനെ നിങ്ങൾക്ക് ആ റീഫണ്ട് വാങ്ങാനുള്ള ഒരു അവസരം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഈ NOC നിങ്ങൾക്ക് ലഭിച്ചു. ഒരു സംസ്ഥാനത്ത് നിന്ന് ഒരു വാഹനം നിങ്ങൾ വാങ്ങുന്നു, ബോംബെയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ എവിടെ നിന്നെങ്കിലും ഒരു വാഹനം നിങ്ങൾ ഇങ്ങോട്ട് NOC എടുത്ത് കൊണ്ടുവന്നതിന് ശേഷം ആ വാഹനം ഇവിടെ കൃത്യസമയത്ത് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ മാർക്ക് അസൈൻമെൻറ്റ് നടത്താതെ വരികയും ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി അവസാനിച്ചു പോവുകയും ചെയ്താൽ പിന്നീട് ഈ വാഹനം ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ള കാര്യം മനസ്സിലാക്കണം. കാരണം ഒരിക്കൽ ഒരു സ്റ്റേറ്റിൽ നിന്നും NOC ലഭിച്ചു, പിന്നീട് അവിടെ ഈ വാഹനത്തിൻ്റെ രേഖകളൊന്നും സൂക്ഷിക്കുന്ന ഒരു പതിവില്ല. ഇവിടെ വന്ന് രജിസ്ട്രേഷൻ നടത്തി, അപ്പോൾ ഇവിടെയും അതിൻ്റെ രേഖയില്ലാത്തൊരു അവസ്ഥ വരും. രജിസ്ട്രേഷൻ വാലിഡിറ്റി തീർന്നാൽ ഏത് വാഹനമാണെങ്കിലും അത് എവിടെ രജിസ്റ്റർ ചെയ്തോ അവിടെ മാത്രമേ അത് റിന്യൂവലിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വാഹനം പിന്നീട് ഡൽഹിയിൽ കൊണ്ടുപോയിട്ടോ ബോംബെയിൽ കൊണ്ടുപോയിട്ടോ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടത്താനായിട്ട് രജിസ്ട്രേഷൻ്റെ റിന്യൂവൽ നടത്താനായിട്ട് സാധിക്കാതെ വരുമ്പോൾ ഈ വാഹനം ഇവിടെയും ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ത്രിശങ്കു ഒരു അവസ്ഥയിൽ ഈ വാഹനം ആയിത്തീരും എന്നുള്ള കാര്യം അത് പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് വാഹനം NOC ലഭിച്ച് 30 ദിവസത്തിനകം തന്നെ ഇങ്ങോട്ട് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ മാർക്ക് അസൈൻമെൻറ്റ് നടത്താൻ മറക്കാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.